ഹലോ. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി മടക്ക് ദോശയാണ് ഗൈസ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്, തേങ്ങയും പഞ്ചസാരയൊക്കെ വെച്ചിട്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ തേങ്ങ വേണം, പഞ്ചസാര വേണം, ഉപ്പ് വേണം, വെള്ളം വേണം, മെയിനായിട്ട് മൈദപ്പൊടി വേണം. എങ്കിൽ മാത്രമേ നമുക്ക് മടക്ക് ദോശ ഉണ്ടാക്കാൻ പറ്റൂ. മൈദപ്പൊടി ആവശ്യത്തിനെടുത്ത് ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ ഒഴിക്കുമ്പം വെള്ളത്തിൻ്റെ ഇത് കുറവായതുകൊണ്ട് കട്ട പോലെ വരും. പിന്നെ നമ്മൾ വെള്ളം ലൂസാക്കി ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അത് മെൽറ്റായിട്ട് വരും. പിന്നെ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മാവിൻ്റെ ടേസ്റ്റ് ഇച്ചിരി കൂടി കൂടും. എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ വാവ്, നല്ല രസമുണ്ട്. പിന്നെ നമ്മൾ പഞ്ചസാരയും തേങ്ങയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ല പാടായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളത്തിൻ്റെ കണ്ടൻറ്റും കൂടി മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് നമുക്ക് കിട്ടും. അവൽ വെള്ളത്തിൽ കുഴച്ച പോലെ കിട്ടും. ഇനി നമുക്ക് ഒരടുപ്പിൽ നമുക്ക് ചായക്കും വയ്ക്കാം, ഒരടുപ്പിൽ നമുക്ക് ദോശയും ചൂടാം. അങ്ങനെ ചായക്ക് വേണ്ടിയിട്ട് പാലും ഒഴിച്ച് ഞാൻ ഗ്യാസ് കത്തിക്കുന്നതിന് മുമ്പ് തന്നെ പഞ്ചസാരയും തേയിലയും കൂടി ഇട്ട് മിക്സാക്കിയാണ് വെച്ച് കൊടുക്കണേ. അപ്പം ചായ ഒന്ന് ഏകദേശം ആവുമ്പോൾ നമുക്ക് തിളയ്ക്കുമ്പോൾ കലക്കി കൊടുത്താൽ മതി. അപ്പോൾ ചായക്കൊരു ടേസ്റ്റ് കൂടും. അങ്ങനത്തെ ഒരു ഇതിൽ പിന്നെ നമ്മൾ ദോശക്കല്ല് കഴുകി അടുപ്പിൽ വെച്ച് കൊടുത്ത് കല്ല് ചൂടായതിനു ശേഷം ഒരു ദോശയ്ക്കുള്ള മാവ് നൈസായിട്ട് ചൂടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഒഴിച്ച് നന്നായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതായതിനു ശേഷം തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് രണ്ട് സൈഡ് മൂത്തതിന് ശേഷമാണ് ഞാൻ തേങ്ങയും പഞ്ചസാരയും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്തത്. അപ്പം ആദ്യത്തേത് തന്നെ നല്ലപോലെ സക്സസ്ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തതും നല്ല രീതിക്ക് കിട്ടി. ആദ്യം തേങ്ങ ഇച്ചിരി പൊടിഞ്ഞ് വീണെങ്കിലും രണ്ടാമത്തതും മൂന്നാമത്തതും തരക്കേടില്ലാതെ കിട്ടി. അപ്പോഴത്തേക്കും നമ്മളെ ചായയായി. പിന്നെ നമ്മൾ 6 ദോശയാണ് ചുട്ടത്, രണ്ട് വീതം. അങ്ങനെ അത് ചുട്ട് അച്ഛനുള്ള ചായയും ദോശയായിട്ട് കൊണ്ടുകൊടുത്ത് അച്ഛൻ അത് കഴിച്ച്. പിന്നെ രണ്ടാമത് എനിക്കുള്ളത് ഉണ്ടാക്കി, പിന്നെ അമ്മയ്ക്കുള്ളതും കൂടി ഉണ്ടാക്കി വെച്ച് എനിക്കുള്ളതെല്ലാം ശരിയാക്കി നമ്മളവിടെ തൂത്ത് തുടച്ച് വൃത്തിയാക്കി ചായ വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെച്ച് എനിക്കുള്ള ദോശയും ചായയും കൂടി അവിടെ എടുത്തു വെച്ചതിന് ശേഷം ബാക്കിയെല്ലാം ഒതുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ച് പിന്നെ പാത്രവും കഴുകി അവിടെ തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം കൈയൊക്കെ കഴുകി വന്ന് എനിക്കുള്ള ദോശയും ചായയും എടുത്ത് അടുക്കളയിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം അവിടെ ഇരുന്ന് കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ ബൈ.